സെയിൻ ഹോട്ടലിൽ ശനിയാഴ്ച ഭക്ഷണം കഴിച്ചവർക്കാണ് വലിയ തോതിൽ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. 180ഓളം പേർക്കാണ് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നത്. ഒടുവിൽ ഒരു മരണവും സംഭവിച്ചു. പെരിഞ്ഞനം സ്വദേശിനി ഉസൈബയ്ക്കാണ് ജീവൻ നഷ്ടമായത്. ശനിയാഴ്ച രാത്രിയാണ് ഉസൈബയും കുഴിമന്തി സെയിൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിയത്. ഞായറാഴ്ച ശാരീരിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തിങ്കളാഴ്ചയാണ് അസ്വസ്ഥതകൾ ആരംഭിച്ചത്. ഉടനെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോയി. പിന്നീട് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. ഇന്ന് പുലർച്ചെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് ഉസൈബ മരിച്ചു. ഉസൈബയ്ക്ക് പുറമെ 180ഓളം പേർക്കാണ് ഇതേ ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റത്. വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് പലരും. ഭക്ഷ്യവിഷബാധയാണ് ഞങ്ങൾ ഒരുമിച്ച് ഇതുപോലെ ഫുഡ് കഴിച്ച എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചായിരുന്നു, ഇങ്ങനെ ഉണ്ടായതാണെന്ന് ഉറപ്പിച്ചായിരുന്നു. പരസ്പരം ഈ കാര്യം സംസാരിച്ചിരുന്നു. എല്ലാവർക്കും ഇപ്പോൾ കഴിച്ച എല്ലാവരും ഏകദേശം 10-18 പേരെന്നൊരു 10-16ഓളം പേർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. പലരും പല ഹോസ്പിറ്റലിലാണ്. ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞിട്ടും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാതെ മൃതദേഹം ബന്ധുക്കൾക്ക് മെഡിക്കൽ കോളേജ് അധികൃതർ വിട്ടു നൽകി. പോലീസിനെ കൃത്യമായി വിവരങ്ങൾ അറിയിക്കുന്നതിലും മെഡിക്കൽ കോളേജിന് ഗുരുതര വീഴ്ച പറ്റി. ഭക്ഷ്യവിഷബാധയുണ്ടായ സെയിൻ ഹോട്ടലിന് പഞ്ചായത്തിന്റെ ലൈസൻസുമില്ല. നേരത്തെയും ഇവിടെ ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കാര്യക്ഷമമായ തുടർ നടപടികൾ ഉണ്ടാകാത്തതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.